ഞാൻ എന്താ 4 കെട്ടിയവനാ? 4 കെട്ടിയവനാ? പിന്നെ 4 കെട്ടിയാലും കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. 4 കെട്ടിയവനാ? സാർ ചോദിക്കൂ സാർ. 4 കെട്ടിയെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നീ നമ്മളെ നത്തിനെ കണ്ടോ? ഇല്ല. ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പഠിച്ചോനെ? എന്താ കാര്യം? നല്ലൊരു കോള് വന്നിട്ടുണ്ട്. ആണോ? നിങ്ങൾ ചോദിക്കേ. നേരത്തെ വിവാഹം കഴിച്ച ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ്. 4 കെട്ടിയവനാ? പച്ചക്കള്ളങ്ങൾ. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അപ്പോൾ നമ്മൾ ബാലച്ചേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ 4 കെട്ടി എന്ന് പറയുന്നത് പച്ചക്കള്ളം എന്നാണ് പറയുന്നത്. ആണോ? നിങ്ങൾ ചോദിക്കേ. അല്ലല്ല, ധൈര്യം ഉണ്ടോ? ഉണ്ട്. പിന്നെ ചോദിക്ക്. എന്റെ സുഹൃത്തല്ലേ? ഇത് തമാശ തന്നെയാണ്. ഞാനെന്നല്ല, ആദ്യം ഒരു വിവാഹം മണ്ടന്മാരല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതെ, 4 കിട്ടിയതിന് കുഴപ്പമില്ല, അത് പറഞ്ഞു നടക്കുന്നവരാണ് മണ്ടന്മാർ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്ഷ്വാലിറ്റി വേണം. കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാ വിഷയങ്ങളും ഒന്ന് ഒതുക്കിയതിന് ശേഷം 4 കെട്ടിയതിന്റെ ചർച്ചയുമായിട്ടാണ് ബാലച്ചേട്ടൻ വന്നിരിക്കുന്നത്. എന്തായാലും ബാലയ്ക്ക് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ആദ്യം ഒരു വിവാഹം മണ്ടന്മാരല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ല, ആദ്യം ഒരു പിന്നെ 4 കെട്ടിയാലും കുഴപ്പമില്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? പിന്നെ 4 കെട്ടിയാലും കുഴപ്പമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. ഒരു പരിധിയുണ്ട്. ഞാൻ ആരോടെ വീഡിയോ ഞാൻ മേടിച്ചു? ഇല്ല, ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. നിലം വാങ്ങിച്ചു, വീട് വെച്ചു, സാലുക്കേ ചാർജ്, ഇത് എല്ലാവർക്കും അറിയാം. സാലുക്കേ ചാർജ്. അത് മാത്രമല്ല, കോക്കില കുറിച്ച്, എന്നെ കുറിച്ച്. പിന്നെയാണ് നമ്മൾ സുരേഷ് പിന്നെ അമൃതനെ ലീഗലി ദിസ് ഈസ് മൈ സെക്കൻഡ് മാരേജ്. ഓക്കെ, ലീഗലി 2 കല്യാണമേ കഴിച്ചോളൂ. പിന്നെ എന്തിനാണ് എലിസബത്തിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത്? അപ്പോൾ എലിസബത്ത് ഭാര്യയല്ലായിരുന്നു. Look at this. My wife is here only. ഇവിടെയും എലിസബത്തിനെ പരിചയപ്പെടുത്തുന്നത് വൈഫായിട്ട് തന്നെയാണ്. അതും ബാലയാണ് പരിചയപ്പെടുത്തുന്നത്, അല്ലാതെ നമ്മളല്ല പരിചയപ്പെടുത്തിയത്. My wife is here only. വാ. ഞാൻ പ്രണയിച്ച പെണ്ണും കോക്കിലാവും സംസാരിച്ചു ഫോണില്. എപ്പോഴുമുള്ളൊരു പരിപാടിയാണ് ഉത്തരം മുട്ടുമ്പോൾ ഉടനെ ഭാര്യമാരെ വിളിക്കുക. എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടിയാണോ ബാല കല്യാണം കഴിച്ചതെന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇതിനു മുമ്പ് എലിസബത്ത് കം ഹിയർ എന്നായിരുന്നു, ഇപ്പോൾ കോകില കം ഹിയർ ആയിട്ടുണ്ട്. അതായത് അന്നും മാധ്യമങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ആൻസർ പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് എലിസബത്തിനെ വിളിച്ചത്. இதெல்லாம் கான்சன்ட்ரேட் பண்ணுவேனா? ஒன்றும் லாஜிக்கலாக திங்க் பண்ணுங்க சார். இப்போ தான் மேரேஜ். வா எலிசபெத், இங்கே வா. கம் ஹியர். ഈ ഒരു രീതി തന്നെയായിരുന്നു എലിസബത്തിനെ കല്യാണം കഴിച്ചപ്പോഴും ബാല എന്ന നടൻ എടുത്തത്. അന്ന് ന്യൂസ് ചാനലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് എലിസബത്ത് കം ഹിയർ. മാരേജ് ആയി വന്നിട്ട് ഒരു സെപ്റ്റംബർ 5th. ലുക്ക് അറ്റ് ദിസ്. മൈ വൈഫ് ഇസ് ഹിയർ ഓൺലി. വാ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോകിലത്തെയും വിളിക്കുന്നത്. എന്തെങ്കിലും ഉത്തരം മുട്ടുമ്പോൾ ഉടനെ ഭാര്യമാരെ വിളിക്കുക. പലരും ചോദിക്കുന്നത് ഇത് തന്നെയാണ്, ഉത്തരം മുട്ടുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ഭാര്യമാരെ വിളിക്കുന്നതെന്ന്, അതിനാണോ കല്യാണം കഴിക്കുന്നതെന്ന് വരെ പലരും ചോദിക്കുന്നുണ്ട്. എലിസബത്ത്, ഇങ്ങ് വാ. കം ഹിയർ. ഇന്നും ഇപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഉടനെ കോകിലത്തെ വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ ലീഗലായിട്ട് 2 പേരെ കല്യാണം കഴിച്ചോളൂ, മറ്റുള്ളത് ഇല്ലീഗലായിരുന്നു എന്നൊക്കെ പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുക എന്നുള്ള രീതിയാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ഉറപ്പാണ്, എലിസബത്തിനെ ഒഫീഷ്യലായിട്ട് മാരേജ് ചെയ്തില്ലായിരിക്കാം എന്ന് കരുതി എലിസബത്ത് ബാലയുടെ ഭാര്യ ആവാതിരുന്നിട്ടില്ല. നിയമപരമായിട്ട് ഭാര്യ ആയിരുന്നില്ലെങ്കിലും താങ്കൾ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് അഭിസംബോധന ചെയ്തത് ഭാര്യ എന്ന് തന്നെയാണ്. മൈ വൈഫ് ഇസ് ഹിയർ ഓൺലി. വാ. ബാല ഇതിനുശേഷം ബാലയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ആദ്യ ഭാര്യ ഒഫീഷ്യൽ അല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ആദ്യ ഭാര്യ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സംഭവിച്ചതെന്നും പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. മണ്ടത്തരം എന്നാ ചന്ദന സദാശിവ റെഡ്ഡി കർണാടക ആരെന്ന് പറയുന്നു. എന്നെ വിളിച്ചിട്ട് അവൾ എന്നെ ചിരിക്കുക. ശരിക്കും അതൊരു കല്യാണം നടന്നിട്ടില്ല സാർ, ഞങ്ങൾ പ്രണയിച്ചു. ഇത് കേട്ട് പലരും തെറ്റിദ്ധരിച്ച് പറയും, പ്രണയിച്ചു എന്നല്ലേ ഉള്ളൂ, കല്യാണമൊന്നും കഴിച്ചില്ലല്ലോ എന്ന്. 6th സ്റ്റാൻഡേർഡിൽ ഒന്നിച്ചിരുന്നു. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഇവിടെ ബാല പറയുന്നു 6ാം ക്ലാസ് മുതൽ പ്രണയിച്ചാണെന്ന്. അപ്പോൾ അത്രയും കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. പക്ഷെ അതിനുശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും. ഞാനാണ് അവരുടെ പേര് சொல்லக்கூடாது, കേസ് നടക്കുന്നില്ല, അവരടുത്ത് പറഞ്ഞത്. ഞാൻ പോയി അമ്പലത്തിൽ ചിന്ന വയസ്സ് 22-21 വയസ്സ് ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റ്. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞായിരിക്കത്തുള്ളൂ. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ പോയി അമ്പലത്തിൽ ചിന്ന വയസ്സ് 22-21 വയസ്സ്. ഇത് നാനാ പറഞ്ഞത്, അത് ക്യാൻസൽ பண்ணிட்டாங்க വീട്ടുകാരെല്ലാം. ചെറിയ വയസ്സ് ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. അതെ, ചിന്ന വയസ്സ് 22 വയസ്സ്. 22 വയസ്സെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ആവത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് സർട്ടിഫിക്കറ്റിനും കൊടുത്ത് ആ സർട്ടിഫിക്കറ്റിനൊന്നും വിലയില്ല. അതായത് നമ്മുടെ നാട്ടിൽ ചില 22 വയസ്സുള്ള ആളുകൾ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യും, അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് ബാലയുടെ അഭിപ്രായത്തിൽ അത് ചിന്ന വയസ്സാണ്, സർട്ടിഫിക്കറ്റ് കൊടുത്താലും വിലയില്ല എന്നുള്ള രീതിയാണ് ബാല പറഞ്ഞു വെക്കുന്നത്. ഇനി 22 വയസ്സിന് കല്യാണം കഴിച്ചാൽ ചിന്ന വയസ്സെന്നാണോ പറയുന്നത്? 22 വയസ്സെന്ന് പറയുമ്പോൾ ബാല പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാരേജ് തന്നെയാണ്. ചുമ്മാ സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ? അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ കല്യാണം അല്ലാതെ ആവത്തില്ല.
ബാല പറയുന്നത് വെച്ചാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കല്യാണമായിട്ട് തന്നെ കണക്കാക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയും പറഞ്ഞത് അദ്ദേഹം മുൻപ് ഒരു കല്യാണം കഴിച്ചു എന്ന്. ഇപ്പോൾ ന്യായീകരണമായിട്ട് വരുന്നത് ചിന്ന വയസ്സ്, 22 വയസ്സ്, ഒരു സർട്ടിഫിക്കറ്റ് തന്നായിരുന്നു, അത് പിന്നെ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് കല്യാണമാകാതിരിക്കുന്നില്ല. അവിടെ കല്യാണം നടന്നതുകൊണ്ട് തന്നെയല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഇവിടെ ന്യായീകരിച്ചങ്ങ് മെഴുകുക ബാല വന്നിരുന്നു. കാരണം ഇവിടെ ബാല പറഞ്ഞു വയ്ക്കുന്നത് മാധ്യമങ്ങളാണ് എല്ലാത്തിനും കാരണം, ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ 4 കല്യാണം കഴിച്ചിട്ടില്ല, 2 കല്യാണമേ കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകുകയാണ്. അങ്ങനെ പറഞ്ഞ് ഒരു കല്യാണം അങ്ങ് മുക്കി. എന്തായാലും നടന്നില്ല എന്ന് പറയുന്നതോടും അത് പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളാണെന്ന് പറഞ്ഞാലും ഒരർത്ഥവുമില്ല. താങ്കളുടെ തന്നെ ഭാര്യമാർ തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായി. തനിക്ക് ഉണ്ടാ മനസ്സിലായി. சரி ரெட்டின்னு சொல்றீங்களே, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ரெட்டின்னு പറഞ്ഞാൽ തെലുങ്ക്, പിന്നെ കർണാടകன்றீங்க. ഞങ്ങൾ ചിരിച്ച് കൂപ്പാടായി പോയി. എന്നെ വിളിച്ചിരുന്നു. அவங்க ஃபாரின்ல US-ல 2 മക്കൾ, 2 പെൺകുട്ടികൾ വീഡിയോ കോളിൽ വിളിച്ചു. കോക്കിലാക്ക് അത്രയും വിശ്വസ് പറഞ്ഞു. എന്ത് ദേഷ്യവർദ്ധന, അവരുടെ ഫാമിലി, അവർക്കൊരു ഭർത്താവ് ഉണ്ടാവില്ലേ, അവരൊക്കെ എന്ത് വിചാരിക്കും? എന്ത് പച്ച കള്ളമാണ് പറയുന്നത്. സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്നത് അത് സ്ത്രീയില്ലയാ? സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി ഇത്ര വില നൽകുന്ന ഒരു മഹാൻ വേറെ എങ്ങുമില്ല. കാരണം അത്രയ്ക്ക് സ്ത്രീകൾക്ക് വില നൽകുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യമാരൊക്കെ പറയുന്നത് വേറെ രീതിയിലാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെ ആയിരുന്നു എന്ന് ഇതിനു മുമ്പ് എല്ലാവരും വർണ്ണിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വർണ്ണിക്കുന്നില്ല. പക്ഷേ ബാലണ്ണൻ്റെ സ്ത്രീകളോടുള്ള ആ കെയറിങ് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ആ സ്ത്രീ കല്യാണം കഴിച്ച ആ സ്ത്രീയെ നിങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ ഇട്ട് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ മുൻ ഭാര്യയെ പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്തതും ഈ വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് പറയുന്നത്, എന്തിനിങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, അത് ശരിയായ നടപടിയാണോ? ഇവിടെ തന്നെ ഈ ആദ്യ ഭാര്യയെ കൊണ്ടുവന്നത് ഇപ്പോൾ അണ്ണൻ തന്നെയാണ്. വിളിക്കാറുണ്ട്, 2 കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നതും അണ്ണൻ തന്നെയാണ്. അല്ലാതെ വേറെ ആരും കൊണ്ടുവന്നില്ല, വേറെ ആർക്കും അവരെക്കുറിച്ച് അറിയത്തുമില്ല. അമേരിക്കയിലാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം പുറത്തു വിട്ടതും അണ്ണൻ തന്നെയാണ്. എന്നിട്ട് പറയുന്നത് മാധ്യമങ്ങളാണെന്ന്. ഇവിടെ മാധ്യമങ്ങൾക്ക് ആദ്യ ഭാര്യയെക്കുറിച്ച് എന്താണെന്ന് പോലും അറിയത്തില്ല. ഇത്രയും ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മോള് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയില്ലായിരുന്നു, ഒന്ന് നിർത്തി പോടോ എന്ന്, ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഒന്ന് പോയി തരാമോ, എൻ്റെ അമ്മയെക്കുറിച്ച് മോശം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മോളൊരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. മോളെ കൊണ്ട് വരെ ആ വീഡിയോ ചെയ്യിപ്പിച്ചൊരു വ്യക്തിയാണ് ഇപ്പോൾ എന്ന് പറയുന്നത് സ്ത്രീകൾ അവരെ മോശമായി സംസാരിക്കരുത് എന്ന്. ഇത് വീണ്ടും നന്മമരമാകാൻ ശ്രമിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. എലിസബത്തെ കുറിച്ച് സംസാരിക്കില്ല. അല്ല, അത് ലീഗലി കഴിഞ്ഞല്ലേ? ഇല്ല, ലീഗലി എലിസബത്ത് കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ധർമ്മമല്ല. ഒരുപാട് അപവാദ പ്രചാരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനായിരുന്നു നിങ്ങൾ വേറെ പിരിഞ്ഞു നിന്ന് ചുമ്മാ ഓരോരുത്തരും ഓരോ കഥകൾ ഉണ്ടാക്കുന്നത്? ആ കഥകളൊക്കെ ഒന്നൊരു അവസാനം ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. പറയില്ല, വളരെ ചോയ്സാണ്. ഞാൻ ചോദിക്കില്ല. ആ വാക്ക് പാലിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ തീരുമാനം തന്നെ. അത് അങ്ങനെ തന്നെ പാലിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അത് തന്നെയാണ് താങ്കൾക്കും നല്ലത്, അവർക്കും നല്ലത്, താങ്കളുടെ കുടുംബത്തിനും നല്ലത്. അതുകൊണ്ട് തന്നെയായിരിക്കും പറയുന്നത് വൈകി വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത്. ആ വൈകി വന്ന ചിന്ത ശരിയായിരിക്കും എന്ന് കരുതുന്നു. അത് പാലിക്കപ്പെടേണ്ടതാണ്, പാലിച്ചു പോകുമെന്ന് വിചാരിക്കുന്നു. ஒரு பெஸ்ட் ஃப்ரெண்டு கிடச்சிருச்சு, பாரியை கிடச்சிருச்சு, 2 கொச்சு மோளை போல் கிடச்சிருச்சு, எல்லாம் கிடச்சிச்சு. இப்போவும் சொல்கிறேன், அன்னைக்கு சொன்னதாக்கு தான் நான் கல்யாணம் കഴിക്കും, எனக்கு குட்டி உண்டாகும், பாருங்க நல்லது நடக்கும், நான் ராஜா அது ராணி. രാജാവും രാജ്ഞിയായിട്ട് കഴിയുന്നതിനൊന്നും ആർക്കും ഒരു എതിരഭിപ്രായമില്ല. പക്ഷെ എല്ലാം ചെയ്യുന്നത് മാധ്യമങ്ങളാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ 4 കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ന്യായീകരിച്ച് വരാതിരിക്കുക. ഇവിടെ ജനങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് നടന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ മാധ്യമങ്ങളാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞ് വരാതിരിക്കുക. എന്തായാലും നല്ലൊരു ജീവിതം നേർന്നുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ, ഞാനും വരുന്നു. ചുമ്മാ